Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് പരിശീലനം. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ GIS മാപ്പിംഗ് ഡ്രോൺ സർവേ ആരംഭിച്ചു. സർവേ പഞ്ചായത്തിലെ സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവേ മൊബൈൽ ആപ്പിന്റെ ഉൾപ്പെടെ സഹായത്തോടെ. ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഒമാനിലേക്ക് പോയ പഴയങ്ങാടി സ്വദേശിനിയായ യുവതിയെ വഞ്ചിച്ചു. യുവതിക്ക് കേന്ദ്ര സഹമന്ത്രിയുടെ ഇടപെടൽ വഴി മോചനം. യുവതി രാവിലെയോടെ പഴയങ്ങാടിയിലെ വീട്ടിൽ തിരിച്ചെത്തി. തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള തീവ്ര ശ്രമത്തിൽ പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയും സുഹൃത്ത് അതുലും. ഇരുവരും ഭിന്നശേഷിക്കാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിക്കാനുള്ള സഹായം തേടുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് പരിശീലനം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർക്കും പ്രാദേശിക ചാനൽ ഭാരവാഹികൾക്കും പരിശീലനം നൽകിയത്. കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാതൃകാ പെരുമാറ്റച്ചട്ടം, വ്യാജവാർത്ത, രാഷ്ട്രീയ പരസ്യങ്ങളുടെ പ്രീ സർട്ടിഫിക്കേഷൻ എന്നിവയെ സംബന്ധിച്ചായിരുന്നു ക്ലാസ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷം, അതായത് 16-ാം തീയതി ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നതിന് ശേഷം ഓരോ തലത്തിലും എടുക്കേണ്ട ആക്ഷനുകൾ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മറ്റും നമ്മുടെ ക്ലാസ്സുകളും അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ശേഷവും നമുക്കിത് ആക്ച്വലി പ്രാക്ടിക്കലി ഇത് മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് നോമിനേഷൻ, 28-ാം തീയതിയാണ് നോമിനേഷൻ തുടങ്ങിയിരിക്കുന്നത്. നോമിനേഷൻ ഡേറ്റ് മുതലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി കർശനമായിട്ടുള്ള രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ആണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുള്ളത്. മാസ്റ്റർ ട്രെയിനർ MP വിനോദ് കുമാർ ക്ലാസ് എടുത്തു. സബ് കളക്ടർ സന്ദീപ് കുമാർ, ഫിനാൻസ് ഓഫീസർ ശിവപ്രകാശൻ നായർ, ജില്ലാ ട്രെയിനിംഗ് നോഡൽ ഓഫീസർ നെനോജ് മേപ്പടിയത്ത്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ, IT മിഷൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർ മിഥുൻ കൃഷ്ണ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ GIS മാപ്പിംഗ് ഡ്രോൺ സർവേ ആരംഭിച്ചു. പഞ്ചായത്തിലെ സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് സർവേ നടത്തുന്നത്. എരമംകുറ്റൂരിന്റെ ആകാശത്ത് 2 ദിവസം ഡ്രോൺ ഉണ്ടാകുമെന്നും ആരും ഇതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ലെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പദ്ധതിയുമായി മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്നും പദ്ധതിയുടെ ഭാഗമായുള്ള കെട്ടിട സർവേയുമായി പഞ്ചായത്ത് നിയോഗിക്കുന്ന ആളുകൾ സമീപിക്കുമ്പോൾ പൂർണ്ണവും സത്യസന്ധവും കൃത്യവുമായ വിവരങ്ങൾ നൽകണമെന്നും അധികൃതർ അറിയിച്ചു. ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രകാരം പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ കെട്ടിടങ്ങളും ഫോട്ടോ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തി മാപ്പ് ചെയ്യുന്നതോടൊപ്പം റോഡ്, പാലം, കൽവേർട്ട്, ഡ്രൈനേജ്, കനാൽ, ലാൻഡ്മാർക്ക്, തണ്ണീർത്തടങ്ങൾ, സൂക്ഷ്മതല ഭൂവിനിയോഗ മാപ്പുകൾ എന്നിവ ഒരു വെബ് പോർട്ടലിൽ ആവശ്യാനുസരണം സെർച്ച് ചെയ്ത് പരിശോധിക്കാൻ കഴിയും വിധമാണ് തയ്യാർ ചെയ്യുന്നത്.
ആധുനികതയിലൂന്നിയ ആസൂത്രണം, കൃത്യതയാർന്ന പദ്ധതി വിഭാവന നിർവഹണം, ക്ഷേമ പദ്ധതികൾ ഏറ്റവും അർഹരിലേക്ക് എത്തിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഏറ്റവും കൃത്യതയോടെ നടപ്പിലാക്കാൻ സഹായിക്കുന്നതോടൊപ്പം കൃഷി, വ്യവസായം, ആരോഗ്യം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾ കാര്യക്ഷമമായി പ്രാവർത്തികമാക്കാനും സഹായിക്കുന്നു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ശാസ്ത്രീയമായി സാധ്യമാക്കാൻ പദ്ധതി സഹായകമാകുമെന്നും സ്മാർട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഇതേറെ പ്രയോജനപ്രദമാണെന്നും സത്യസന്ധമായ വിവരങ്ങൾ നൽകി മുഴുവൻ ആളുകളും ഇതുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ GIS മാപ്പിംഗ് ഡ്രോൺ സർവേ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന വീടുകൾ, റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി ലൈൻ, മറ്റ് കെട്ടിട സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സമഗ്ര വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സർവേ നടത്തുന്നത്. ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി. ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഒമാനിലേക്ക് കടത്തിയ പഴയങ്ങാടി സ്വദേശിനിയായ യുവതിക്ക് കേന്ദ്ര സഹമന്ത്രിയുടെ ഇടപെടൽ വഴി മോചനം. ഇന്ന് രാവിലെ അവർ പഴയങ്ങാടിയിലെ വീട്ടിൽ തിരിച്ചെത്തി. ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് ജോലി വാഗ്ദാനം നൽകി ഒമാനിലേക്ക് കടത്തിയ പഴയങ്ങാടി സ്വദേശിനിക്കാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടൽ മൂലം നാട്ടിലെത്താൻ കഴിഞ്ഞത്. ബാംഗ്ലൂരിൽ ഹോട്ടൽ വ്യവസായം നടത്തിവരികയായിരുന്ന യുവതിയെ പരിചയപ്പെട്ട കാഞ്ഞങ്ങാട് സ്വദേശിയുമായി പരിചയപ്പെടുകയും ഒമാനിലേക്ക് ജോലി സാധ്യതയുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 23-നാണ് യുവതി ഒമാനിലെത്തിയത്. തുടർന്ന് 800 റിയാലിന് ഇവരെ ഏജന്റിനെ കൈമാറി. ഏജന്റ് മറിച്ച് 1500 റിയാലിന് ഒമാൻ സ്വദേശിക്ക് വീട്ടുജോലിക്കായി ഇവരെ കൈമാറുകയായിരുന്നു. ചതി മനസ്സിലാക്കിയ യുവതി ഇന്ത്യൻ എംബസിയിൽ അഭയം പ്രാപിച്ചു. തുടർന്ന് കേന്ദ്ര സഹവിദേശകാര്യമന്ത്രി വി മുരളീധരൻ്റെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലെത്തിക്കുകയായിരുന്നു. ഏജന്റ് പിടിച്ചുവെച്ച ഇവരുടെ പാസ്പോർട്ട്, മറ്റ് സാധനങ്ങൾ ഒമാൻ KMCC പ്രവർത്തകർ ഇടപെട്ട് നൽകി. നാട്ടിൽ തിരിച്ചെത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇവർ പറഞ്ഞു. ഞാൻ ഡിസംബർ 18-ാം തീയതി ഒമാനിൽ പോയതാണ്. വിസിറ്റിംഗ് വിസയിലാണ് പോയത്. അവർ പറഞ്ഞ ജോലിയല്ല, അവർ പറഞ്ഞത് ഹോസ്പിറ്റൽ വർക്കെന്നായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയ വീട്ടിലെ ജോലിയാണ്. അപ്പോൾ 2-3 ദിവസം ഞാൻ ആദ്യം ഓഫീസിൻ്റെ ഹോസ്റ്റലിൽ നിന്നതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് വെറുതെ നിന്നാൽ പറ്റില്ല എന്നുകൊണ്ടാണ് അവർ പറഞ്ഞ ജോലിക്ക് ഞാൻ പോയത്. പിന്നീടും 15 ദിവസത്തിനുള്ളിൽ നിനക്ക് അവിടുത്തെ വിസയാക്കി നിന്നെ അങ്ങോട്ടേക്ക് മാറ്റാമെന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതായില്ല. അന്നേരത്തേനും ആ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ആ വീട്ടിൽ നിന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമില്ലാതെയായി. സുഖമില്ലാതെപ്പോൾ ഞാൻ ഒരു ദിവസം കിടന്നപ്പോൾ അത് പറ്റൂല, നിങ്ങൾ പണിയെടുത്തേ പറ്റൂന്ന് പറഞ്ഞ്. ഞാൻ എനിക്ക് തീരെ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ റെഡിയാക്കി ഓഫീസിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഓഫീസിൽ നിന്ന് എനിക്കറിയോ, ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ പേര് അവർ തല്ലിയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഓഫീസിനകത്തേക്ക് ഞാൻ കയറുന്നത്. അപ്പോൾ എൻ്റെ ബാഗ് പിടിച്ച് മേടിച്ചു. അതിൻ്റെ പെട്ടി എൻ്റെ ബാഗ് വരെ എടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഞാൻ തന്നെ ഓടിയിട്ടാണ് ഒരു കാർ വിളിച്ചിട്ട് എംബസിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കംപ്ലൈൻറ്റ് കൊടുത്തത്. BJP മണ്ഡലം പ്രസിഡന്റ് C ഭാസ്കരൻ, ജനറൽ സെക്രട്ടറിമാരായ വടക്കൻ സുജിത്ത്, K സജീവൻ, ജില്ലാ കമ്മിറ്റി അംഗം T ശശീന്ദ്രൻ തുടങ്ങിയവർ യുവതിയുടെ വീട്ടിലെത്തി സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മരണപ്പെട്ട എൻഡോസൾഫാൻ ദുരിതബാധിതന്റെ കുടുംബത്തിന് BJP നേതാവും നടനും മുൻ MP-യുമായ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത സഹായം നൽകാതെ വഞ്ചിച്ചതായി ആരോപണം. വാഗ്ദാനം ചെയ്ത സഹായം ലഭിക്കാൻ സുരേഷ് ഗോപിയെ കാണാൻ പോയെങ്കിലും സാധിച്ചില്ലെന്ന് പെർള ഷേണിയിലെ വാസുദേവ നായിക് പറയുന്നു. മരിച്ച എൻഡോസൾഫാൻ ദുരിതബാധിതന്റെ കുടുംബത്തിന് BJP നേതാവും നടനുമായ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്ത സഹായം നൽകാതെ വഞ്ചിച്ചതായാണ് അച്ഛൻ പെർള ഷേണിയിലെ വാസുദേവ നായിക്കിന്റെ പരാതി. എൻഡോസൾഫാൻ ദുരിതബാധിതനായ മകൻ 17 വയസ്സുകാരൻ ശ്രേയസ് 2017-ലാണ് മരണപ്പെട്ടത്. കുടുംബത്തിന് അന്ന് 4.8 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. ഇന്നത് 10 ലക്ഷത്തോളം രൂപയായി. എൻ്റെ മകൻ എൻഡോസൾഫാൻ വിക്ടിംസ് 2017 അവൻ മരിച്ചിട്ടാകുമ്പോൾ നമുക്ക് 4,80,000 അവിടെ ലോൺ ഉണ്ടായി. അത് ആ ന്യൂസിലെല്ലാം ഇത് കണ്ടിട്ട് സുരേഷ് ഗോപി എല്ലാം ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞിട്ട് ഇതാക്കി. എൻ്റെ ശേഷം അമ്പലത്തറ വന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് പോകാനായില്ല അവിടെ ആ ചടങ്ങിനിക്ക്. അന്ന് ഞാൻ എൻ്റെ ഭാര്യനെ അഡ്മിറ്റാക്കിയിട്ടുണ്ടായി. അഡ്മിറ്റാക്കിയിട്ടുണ്ടപ്പോൾ വേറെ ആരില്ല അവിടെ. അങ്ങനെ ഞാൻ അവിടെ പോകാൻ ഇതായില്ല. പിന്നെ അതിൻ്റെ ശേഷം മാതൃഭൂമിക്കാർ വിളിച്ച് പറഞ്ഞ് രവീശ തന്ത്രിനെ പോയിട്ട് കണ്ടോ. രവീശ തന്ത്രിനെ പോയിട്ട് കണ്ടിട്ടാകുമ്പോൾ സുരേന്ദ്ര വന്നു ഈ ഫയലെല്ലാം ആക്കിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായി. 3 വർഷം എൻ്റെ കൽപ്പിച്ച് ഇന്ന് കൊടുക്കുക, നാളെ കൊടുക്കുക. ഇയാടെ കൊണ്ടുപോയി എനിക്കറിയാലോ. ഇപ്പോൾ മകൻ മരിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി സഹായ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരുന്നു. ശ്രേയസിൻ്റെ ചികിത്സയ്ക്കും മറ്റുമായി വന്ന കടബാധ്യത ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം മാധ്യമങ്ങളിലും വാർത്തയായി. പലതവണ സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കാണാൻ കൂട്ടാക്കിയില്ലെന്ന് വാസുദേവ നായിക് പറയുന്നു. സുരേഷ് ഗോപിൻ്റെ തറവാട് വീട്ടിലേക്ക് പോയി. അവിടെ പോകുമ്പോൾ അവർ ഇൻസൾട്ടാക്കിയിട്ട് എൻ്റെ പുറത്താക്കി. അവിടുന്ന് നീ തിരുവനന്തപുരത്തേക്ക് പോയിക്കോ, ശാസ്തമംഗലത്തേക്ക് ഇങ്ങോട്ട് വരാനില്ല, ഞമ്മ അങ്ങോട്ട് പോകാനില്ല.
ഞാൻ അടുത്തേക്ക് പോയി. അവിടെ പോകുമ്പോൾ അവിടെ ആരില്ല. അവിടെ ഒരു ഗേറ്റ് കാക്കുന്നവനും മാത്രമേ ഉള്ളത് അവിടെ. സുരേഷ് ഗോപിയെ കണ്ട് സങ്കടം പറയാൻ അദ്ദേഹത്തിൻ്റെ കൊല്ലത്തെ തറവാട് വീട്ടിൽ പോയപ്പോൾ സഹോദരൻ അവഹേളിച്ച് ഇറക്കിവിട്ടതായും വാസുദേവ നായിക്ക് പറഞ്ഞു. സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോയെങ്കിലും ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കണ്ടെങ്കിലും രേഖകളുമായി പോയതല്ലാതെ പിന്നീട് വിവരമൊന്നുമില്ലെന്നും വാസുദേവ നായിക്ക് പറഞ്ഞു. പിന്നീട് സുരേന്ദ്രനെ സമീപിച്ചപ്പോൾ പരിഗണിച്ചില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയും സുഹൃത്ത് അതുലും SR ടോക്സ് എന്ന കൂട്ടായ്മയും. മൊബൈൽ ഫോണിൻ്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കാനുള്ള ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കാനുള്ള സഹായം തേടുകയാണ് ഇരുവരും. സങ്കല്പങ്ങൾക്കുമെല്ലാം അപ്പുറമുള്ള വേദനയും ശാരീരിക പ്രശ്നങ്ങളും കടിച്ചമർത്തി സെർബൽ പാൾസി ബാധിതനായ ശ്രീനിധിയും കാഴ്ചയുടെ ലോകമന്യമായ പട്ടാമ്പി സ്വദേശിയും +2 വിദ്യാർത്ഥിയുമായ അതുലും പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയുടെ വീട്ടിൽ വലിയ തിരക്കിലാണ്. ഭിന്നശേഷിക്കാരും കാഴ്ചാ പരിമിതിയുള്ളവരുമായ കുട്ടികളുടെയും യുവാക്കളുടെയും വാട്സാപ്പ് കൂട്ടായ്മയായ SR ടോക്സിൻ്റെ നേതൃനിരയിലുള്ളവരാണ് രണ്ടുപേരും. മൊബൈൽ ഫോണിൻ്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കുന്ന 2-3 ദിവസം നീളുന്ന ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് രണ്ടുപേരുടെയും നിലവിലെ ലക്ഷ്യം. അതിനുവേണ്ടി മാത്രം പട്ടാമ്പിയിൽ നിന്ന് അതുൽ പിലാത്തറയിൽ എത്തിയതാണ്. പറ്റുന്ന വാതിലുകളെല്ലാം മുട്ടിനോക്കുകയാണ് ഇരുവരും. ആരെങ്കിലും സഹായഹസ്തം നീട്ടുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് ജീവിതം തന്നെ പോരാട്ടമാക്കിയ ഇരുവരുടെയും മുഖത്ത്. കഴിഞ്ഞ വർഷം JCSന്റെ സഹകരണത്തോടെ പയ്യന്നൂരിൽ 3 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് SR ടോക്സിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ ഭിന്നശേഷിക്കാരെ പ്രാപ്തരാക്കുക എന്ന വലിയ ലക്ഷ്യമായിരുന്നു ആ ക്യാമ്പിന്. അതിൻ്റെ തുടർ പ്രവർത്തനമാണ് ഇക്കുറിയും ശ്രീനിധിയും അതുലും കൂട്ടുകാരുമെല്ലാം ലക്ഷ്യമിടുന്നത്. പരിശീലനത്തിനുള്ള സിലബസ് ഉൾപ്പെടെ തയ്യാറാക്കിയാണ് ഈ കൂട്ടുകാർ സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയുമെല്ലാം സഹായം അഭ്യർത്ഥിക്കുന്നത്. 3 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായമാണ് SR ടോക്സ് എന്ന വലിയ ലക്ഷ്യമുള്ള ചെറിയ കൂട്ടായ്മ തേടുന്നത്. ലോകത്തിലേക്ക് വാതിൽ തുറക്കപ്പെടാൻ കഴിയാത്ത ഒരു 10-15 പേരെങ്കിലും ഞങ്ങൾക്ക് കൈപിടിച്ച് ഈ ലോകത്തേക്ക് തുറന്നു കൊടുക്കണമെന്നുണ്ട്. കാരണം ഇന്നത്തെ ടെക്നോളജി അത്രയും പുരോഗമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇതെടുത്ത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഒരാളുണ്ടെന്നും ആളുടെ മുടി എങ്ങനെ ചെയ്യിയിരിക്കുന്നതെന്നും ആൾ ഡ്രസ്സ് എന്താണെന്ന് വരെ പറഞ്ഞു തരുന്ന, ഇനി വേണ്ട അതിന്റെ ബാക്കിൽ ഒരു മരമുണ്ടെങ്കിൽ ആ മരം എന്താണെന്ന് വരെ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് അത്രയും ടെക്നോളജി വളർന്നു കഴിഞ്ഞു. അത്രയും സാധ്യതകളാണ് ടെക്നോളജി ഞങ്ങൾക്കും തുറന്നു തരുന്നത്. അത് ഓരോരുത്തരിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. സെറിബ്രൽ പാൾസി ക്വാഡ്രാപ്ലീജിക് സിവിയർ ആയ ശ്രീനിധിയുടെ തുടയെല്ലിന് ഒരു മേജർ സർജറി കഴിഞ്ഞതേയുള്ളൂ. ഇനിയും സർജറി വേണം എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. വേദന കൊണ്ട് ഉറങ്ങാത്ത രാത്രികളിൽ പക്ഷേ ശ്രീനിധി ഓർക്കുന്നത് തന്നെപ്പോലുള്ളവരെ എങ്ങനെ സഹായിക്കാമെന്നാണ്. ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലാണ് ശ്രീനിധിയും അതുലും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. SSLC പരീക്ഷകൾ അവസാനിച്ചു. പരീക്ഷകൾ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. മെയ് 2ാം വാരം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച നടന്ന സാമൂഹ്യശാസ്ത്ര പരീക്ഷയോടെ ഇത്തവണത്തെ SSLC പരീക്ഷകൾ അവസാനിച്ചു. ആകെ 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. പരീക്ഷകൾ എളുപ്പമായിരുന്നെന്നും തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളും വിദ്യാർത്ഥികൾ നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ചു. ആദ്യം മുതൽ എക്സാം തുടങ്ങിയപ്പം നല്ല എളുപ്പമായിരുന്നു ഉണ്ടായത്. കുറച്ച് ടഫായിട്ട് തോന്നുന്നത് ഫിസിക്സ് മാത്രമാണ്. ബാക്കിയെല്ലാം പ്രതീക്ഷനെക്കാട്ടി നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിനി. പിന്നെ സയൻസ് എടുക്കണം എന്നാണ് +1 ആഗ്രഹിക്കുന്നത്. പിന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് കയറിയിട്ട് നല്ലൊരു നിലയിൽ എത്തണം ആഗ്രഹമുണ്ട്. സയൻസ് എടുക്കണം എന്ന് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മാർക്കും പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളനുസരിച്ച് നമ്മൾ +1 അഡ്മിഷൻ മാറ്റുന്നതായിരിക്കും. സ്കൂൾ ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്തു. എക്സാം നന്നായിട്ടുണ്ടായിനി. ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും.
ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം നടക്കുക. മെയ് 2ാം വാരം ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കും മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ പ്രവർത്തനം. 70 ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകരായിരിക്കും മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുക. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് പഴയകാലത്തെ കുട്ടികളെ പോലെയല്ല. അവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് കൃത്യമായ ധാരണ ഈ SSLC കാലം തൊട്ട് തന്നെയുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ കടമ്പ ഇന്ന് അവർ കടന്നിരിക്കുകയാണ്. മുന്നോട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ കോഴ്സ് എടുക്കണമെന്ന് പോലും, അതായത് +2 സയൻസ് തന്നെ എടുക്കണമെന്ന് പോലും അവർക്ക് ഇപ്പോൾ കൃത്യമായൊരു വിഷൻ ഉണ്ട് അവർക്ക് മുന്നിൽ. SSLC എക്സാം താരതമ്യേന വളരെ ഈസി ആയിരുന്നു, നന്നായിട്ട് തന്നെ എഴുതാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ ഭാവുകങ്ങളും അവരുടെ ഇനിയുള്ള ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. വന്യമൃഗ മനുഷ്യ സംഘർഷം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൽ പയ്യന്നൂർ എടാട്ട് സിഖ് ഭവനിൽ വെച്ച് സംവാദം സംഘടിപ്പിച്ചു. N. സുബ്രഹ്മണ്യൻ മോഡറേറ്ററായി. ഇന്ന് ആറളം ഫാമിൽ വലിയ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ല, തെറ്റിദ്ധരിക്കരുത്. ആറളം ഫാം അതിനോട് ചേർന്നാണ് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ ആറളം ഫാം ഇന്ന് ഒരു നിരന്തരമായ തൊഴിലാളി സംഘടനം, ശമ്പളത്തിനു വേണ്ടി. ഞാൻ വിശാലാക്ഷ മോക്ഷം ഒരിക്കൽ അവിടെ പോയത്, അവിടെയുള്ള മരങ്ങൾ മുറിച്ച് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ശമ്പളം കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ താറുമാറാക്കപ്പെട്ട ഒരു ഭൂമി, 10,000 ഏക്കർ ഭൂമി. വന്യമൃഗ മനുഷ്യ സംഘർഷം പ്രശ്നവും പരിഹാരവും എന്ന വിഷയത്തിൽ പയ്യന്നൂർ എടാട്ട് സിഖ് ഭവനിൽ വെച്ച് സംവാദം സംഘടിപ്പിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചർച്ച സംഘടിപ്പിച്ചത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നുവന്ന സംവാദത്തിൽ സിഖ് ഡയറക്ടർ TP പത്മനാഭൻ മാസ്റ്റർ, C വിശാലാക്ഷൻ മാസ്റ്റർ, വിനോദ് പയ്യട, KE കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. N. സുബ്രഹ്മണ്യൻ മോഡറേറ്ററായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രസിദ്ധ നർത്തകൻ RLV രാമകൃഷ്ണന് നേരെ വംശീയാധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനയ്ക്കെതിരെ കണ്ടോത്ത് കലാത്മിക കലാകൂട്ടായ്മ കോത്തായ്മുക്കിൽ പ്രതിഷേധ നൃത്ത സായാഹ്നം സംഘടിപ്പിച്ചു. 35 വിദ്യാർത്ഥികൾ നർത്തകി ലീജ ദിനൂപിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ നൃത്ത സായാഹ്നത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധ നർത്തകൻ RLV രാമകൃഷ്ണന് നേരെ വംശീയാധിക്ഷേപം നടത്തിയ നൃത്താധ്യാപിക സത്യഭാമയുടെ പ്രസ്താവനയ്ക്കെതിരെ നൃത്തം ചെയ്യുവാനും മത്സരിക്കുവാനും എല്ലാവർക്കും തുല്യാവകാശമെന്ന മുദ്രാവാക്യമുയർത്തി കണ്ടോത്ത് കലാത്മിക കലാകൂട്ടായ്മ കോത്തായ്മുക്കിൽ പ്രതിഷേധ നൃത്തസായാഹ്നം സംഘടിപ്പിച്ചു. കറുത്ത വസ്ത്രമണിഞ്ഞ് 35ഓളം വിദ്യാർത്ഥികൾ നർത്തകി ലീജ ദിനൂപിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നത്തിൽ പങ്കെടുത്തു. സാംസ്കാരിക പ്രവർത്തകൻ VV ബിജു നൃത്തസായാഹ്നം ഉദ്ഘാടനം ചെയ്തു. P. ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. ലീജ ദിനൂപ്, MV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വ്യത്യസ്ത പ്രതിഷേധ നൃത്ത പരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ശ്രീരാമദാസ് ആശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രയാണം ആരംഭിച്ച രഥയാത്രയ്ക്ക് പയ്യന്നൂർ വിഠോബ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ഈ മാസം 22-നാണ് രഥയാത്ര ആരംഭിച്ചത്. സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി ദീപം കൊളുത്തി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ഈ മാസം 22-നാണ് രഥയാത്ര പ്രയാണം ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ച രഥയാത്രയ്ക്ക് പയ്യന്നൂർ വിഠോബ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. വിഠോബ ക്ഷേത്രം മേൽശാന്തി ഗണപതി ഭട്ട് ആരതി ഒഴിഞ്ഞു.
ശ്രീരാമദാസ് ആശ്രമം കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ രവീന്ദ്രൻ, ശിവാനന്ദ ആർ പ്രഭു, എം കെ ഭാസ്കരൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ചീമേനി അവധൂത ആശ്രമം, ചെറുതാഴം ഹനുമാരമ്പലം, തളിപ്പറമ്പ് തൃച്ചംബരം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഇന്നത്തെ രഥയാത്ര അഴീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം വൻകുളത്ത് വയലിൽ സമാപിക്കും. നാളത്തെ രഥയാത്ര രാവിലെ 7 മണിക്ക് തളാപ്പിൽ നിന്നും ആരംഭിക്കും. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി പ്രസിഡന്റ് കിഷോർ കുമാർ, സ്വാമി സത്യാനന്ദ തീർത്ഥപാദർ എന്നിവരുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട രഥയാത്ര ഏപ്രിൽ 17-ന് രാമനവമി ദിവസം തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KPSTA പയ്യന്നൂർ ഉപജില്ല യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ക്ഷീര ടവറിൽ നടന്ന സമ്മേളനം KPCC അംഗം അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. KPSTA പയ്യന്നൂർ ഉപജില്ല യാത്രയയപ്പ് സമ്മേളനം KPCC അംഗം അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഹെഡ് മാസ്റ്ററുടെ ജീവിത കഥയെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിത രീതികളെ കുറിച്ച് അവരുടെ സർവീസിനെ കുറിച്ച് ഒരു കഥ എഴുതുമെങ്കിൽ കാലൂരിന്റെ പൊതിച്ചോറ് വായിച്ച് സങ്കടപ്പെട്ടതിനേക്കാളേറെ കരഞ്ഞു പോകും കേരളത്തിലെ പൊതുമനസ്സ്. കാരണം സ്വന്തം ഭാര്യയ്ക്ക് കെട്ടിക്കൊടുത്ത കെട്ടുതാലി പോലും അടിച്ചു വെച്ച് പണയം വെച്ച് സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഗതികേടിലേക്ക്, കമ്പിപ്പാലയെടുത്ത് മോഷ്ടിക്കേണ്ട ഗതികേടിനകത്തേക്ക് കേരളത്തിലെ പ്രധാന അധ്യാപകരെ തള്ളിവിട്ട ഒരു ഭരണവർഗത്തിന്റെ കീഴിലാണ് നമ്മൾ ജോലി ചെയ്തത്. M. സുമ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. മണികണ്ഠൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ VV പ്രകാശൻ, CM പ്രസീത, ജില്ലാ പ്രസിഡന്റ് UK ബാലചന്ദ്രൻ, KV മോഹനൻ, KM ബിന്ദു, രമേശൻ കാന, SP സജിൻ, പള്ളിപ്പുറം രാഘവൻ, അബ്ദുൾ റഷീദ്, ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ സബ് ജില്ലയിൽ നിന്നും വിരമിക്കുന്ന 27 അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏപ്രിൽ 5, 6, 7 തീയതികളിൽ കുഞ്ഞമംഗലത്ത് നടക്കുന്ന പയ്യൻസ് ടുഗദർ ഗുരുശിഷ്യ സംഗമത്തിന്റെ ഭാഗമായി ഒരു വട്ടം കൂടി പരിപാടി സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾക്കൊപ്പം ആർട്സ് പയ്യൻസ് സ്ഥാപകരായ KT നാരായണൻ മാസ്റ്ററും P. പത്മനാഭൻ മാസ്റ്ററും ഒത്തുചേരലിൽ പങ്കെടുത്തു. കുഞ്ഞിമംഗലത്തെ ചിത്രശില്പ പ്രതിഭകളായ KT നാരായണൻ മാസ്റ്ററും P. പത്മനാഭൻ മാസ്റ്ററും കുട്ടികളെ വർണ്ണങ്ങളുടെയും വരകളുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ 1969 കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിൽ തുടങ്ങിയ ചിത്രകലാ സ്ഥാപനമാണ് ആർട്സ് പയ്യൻ. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങി ചിത്രശില്പകലയിൽ വലിയ ഉയരങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. ആർട്സ് പയ്യനിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ കുഞ്ഞിമംഗലം കൈരളി വായനശാലയിൽ പഴയ വിദ്യാലയത്തിന്റെ അതേ മാതൃക തീർത്ത് അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വട്ടം കൂടി ഒത്തുകൂടി. അവരുടെ അധ്യാപകരായിരുന്ന KT നാരായണൻ മാസ്റ്ററും P. പത്മനാഭൻ മാസ്റ്ററും വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് മുന്നിൽ അധ്യാപകരായി എത്തി. പ്രശസ്ത ചിത്രകാരനായ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലത്തിനെ മോഡലായി ഇരുത്തി ചിത്രം വരയ്ക്കാനാണ് അവർ കുട്ടികളോട് നിർദ്ദേശിച്ചത്. കുട്ടികൾ ഗണേഷ് കുമാറിനെ അവർക്ക് നൽകിയ പേപ്പറിൽ ചാർക്കോൾ ഉപയോഗിച്ച് പകർത്തി. ഏപ്രിൽ 5, 6, 7 തീയതികളിൽ കുഞ്ഞിമംഗലത്ത് നടക്കുന്ന പയ്യൻസ് ടുഗദർ ഗുരുശിഷ്യ സംഗമത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു ഒത്തുചേരൽ നടന്നത്. TN മധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ K. ഹരികൃഷ്ണൻ, K. വിദ്യ, മേലേടത്ത് ഗംഗാധരൻ, വിജയൻ അടുക്കാടൻ, C. വിജയകുമാർ, KTP ജനാർദ്ദനൻ, റോഷ്നി വിനോദ് എന്നിവർ സംസാരിച്ചു. അതിൽ 4 പേപ്പറുണ്ട്. ഡിസൈൻ, അതുപോലെ തന്നെ തിയറി, പിന്നെ മെമ്മറി ഡ്രോയിങ്, ഈ ഹ്യൂമൻ ഫിഗർ, ഇതൊക്കെ പാസ്സായിട്ടുള്ള വിദ്വാന്മാരാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദനവും ധനസഹായ വിതരണവും നടത്തി. പരിപാടി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. പൂരക്കളി കലാരംഗത്തെ മികവിന് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ N. അജയനെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. സന്നദ്ധ പ്രവർത്തകൻ രമേശൻ ഹരിത പൊന്നാടി അണിയിച്ച് ഉപഹാരം കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളായാലും അതുപോലെ തന്നെ അനുമോദനങ്ങളായാലും നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരെ എങ്ങനെയൊക്കെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുഞ്ഞിമംഗലത്തെ ഓട്ടോ തൊഴിലാളിയായ ഹാരിസിന്റെ വീട് നിർമ്മാണത്തിന് ധനസഹായവും നൽകി. മാതമംഗലം മണ്ണിപ്പൊയിലിൽ എടുത്തു തുടങ്ങിയ വീടിന്റെ നിർമ്മാണം സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് മുടങ്ങിയിരിക്കെയാണ് മാതമംഗലം കൂട്ടായ്മ സഹായത്തിനെത്തിയത്. മാതമംഗലത്തെ വ്യാപാരിയായ KM സെയ്താലി ധനസഹായം കൈമാറി. ചടങ്ങിൽ P. അനീഷ് അധ്യക്ഷത വഹിച്ചു. AV അഭിലാഷ്, രാജൻ കുന്നുമൽ, KV മനീഷ്, P. ദിലീഷ് എന്നിവരും പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
PF പെൻഷനേഴ്സ് അസോസിയേഷൻ കാങ്കോൽ യൂണിറ്റ് സമ്മേളനം കുണ്ടേങ്കുവൽ കുഞ്ഞാപ്പു മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്നു. മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, DA സമ്പ്രദായം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളന പ്രമേയത്തിലൂടെ അംഗീകരിച്ചു. PF പെൻഷനേഴ്സ് അസോസിയേഷൻ കാങ്കോൽ യൂണിറ്റ് സമ്മേളനം കുണ്ടേങ്കോവൽ കുഞ്ഞാപ്പു മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്നു. KM ശങ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പലരും നമ്മളിപ്പോൾ 500-600-700 വാങ്ങുന്നവരെ മിനിമം പെൻഷൻ 9,000 ആക്കണം എന്ന് പറയുമ്പോൾ പലരും നമ്മളോട് ഉറച്ചൊളിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഡിമാൻഡ് ഉന്നയിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അടക്കം അംഗീകരിച്ചിട്ടുള്ള മിനിമം കൂലി അല്ലെങ്കിൽ മിനിമം ശമ്പളം എന്ന് പറയുന്നത് 18,000 രൂപയാണ്. സാധാരണഗതിയിലൊരു പെൻഷൻ. PV കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, DA സമ്പ്രദായം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. PV കരുണാകരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മൂലച്ചേരി നാരായണൻ, CK രവി, P വാസന്തി, M കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിഷു ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാൻ വിലക്കുറവും ഗുണമേന്മയുമുള്ള പുതുപുത്തൻ പടക്കങ്ങളുടെ വൻ ശേഖരവുമായി പയ്യന്നൂർ കണ്ടോത്ത് അമ്പലത്തറ ജംഗ്ഷനിൽ യൂണിറ്റി പടക്കക്കട പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വിലക്കുറവിലും ഗുണമേന്മയുമുള്ള പുതുപുത്തൻ പടക്കങ്ങളുടെ വൻ ശേഖരവുമായി പയ്യന്നൂർ കണ്ടോത്ത അമ്പലത്തറ ജംഗ്ഷനിൽ യൂണിറ്റി പടക്കക്കട പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ K ബാലൻ ഗുരു പത്മനാഭന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ചെറിയ വിലകളിലുള്ള കമ്പിത്തിരികൾ മുതൽ മൾട്ടി കളറിൽ പൊട്ടുന്ന വെടിക്കെട്ടിനങ്ങളും വിവിധതരം പൂക്കുറ്റികൾ, ബൾക്ക് ചക്രങ്ങൾ, മേശപ്പൂ, റോക്കറ്റ്, വിവിധതരം മത്താപ്പ്, പല നിറങ്ങളിൽ വിസ്മയം തീർക്കുന്ന ചൈനീസ് പടക്കങ്ങൾ, ഫാൻസി ഷോട്ടുകൾ, സ്കൈ ഷോട്ടുകൾ തുടങ്ങിയ വ്യത്യസ്തതയാർന്ന പടക്ക ഇനങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി യൂണിറ്റി പടക്കക്കടയിൽ ഒരുക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കണ്ണപുരം മെട്ടമ്മലിൽ പച്ചക്കറി വിപണന കേന്ദ്രം തുറന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കണ്ണപുരം മൊട്ടമ്മലിൽ പച്ചക്കറി വിപണന കേന്ദ്രം തുറന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിക്ക് വിപണി കണ്ടെത്തുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീ മിഷൻ ജില്ലയിലുടനീളം ഇത്തരം സംരംഭം ആരംഭിക്കുമെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് പറഞ്ഞു. ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലാണ് വെജിറ്റബിൾ കിയോസ്ക് സ്ഥാപിക്കുന്നത്. ഒരു കിയോസ്കിന് 2 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അങ്ങനെ 22 ലക്ഷം രൂപയാണ് ഈ വർഷം ജില്ലയിൽ വെജിറ്റബിൾ കിയോസ്കിന് വേണ്ടി കുടുംബശ്രീയുടെ കണ്ണൂർ ജില്ലാ മിഷൻ. CDS ചെയർപേഴ്സൺ V സുനില, TK ദിവാകരൻ, TV ലക്ഷ്മണൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കലശ മഹോത്സവത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ പൂജയ്ക്ക് ശേഷം തിങ്കളാഴ്ച നട തുറന്നു. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേർന്നത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന നവീകരണ കലശ മഹോത്സവത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ ദേവന്മാരുടെ പൂജയ്ക്ക് ശേഷം ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്നു. 22-നാണ് നട അടച്ചത്. തത്വഹോമം, തത്വകലശ പൂജ, അധിവാസം വിടർത്തി പൂജ എന്നിവയ്ക്ക് ശേഷം നട തുറന്നു. അഭിഷേകം, ഹോമകലശാഭിഷേകങ്ങൾ, തത്വകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം തുടങ്ങിയവയും നടന്നു. 3 ദിവസമായിട്ട് അകത്ത്
മണ്ഡപത്തിൽ നടക്കുന്ന പൂജയാണ് നടന്നു വന്നിട്ടുള്ളത്. ഇന്ന് കാലത്ത് രാവിലെ 3 മണിക്ക് തുടങ്ങിയ ഈ കലശത്തോടനുബന്ധിച്ചിട്ടുള്ള തത്വഹോമം, തത്വകലശ പൂജ, അധിവാസം, വിടർത്തി പൂജ എന്നിവ നടന്നതിന് ശേഷം പശുക്കുട്ടിയെ കൊണ്ടുവന്ന് കണി കാണിച്ചാണ് ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്നതും കണി കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനും പെരുമാളെ കണി കാണുന്നതിനും സാധിച്ചിട്ടുണ്ട്. അത് രാവിലെ 3 മണി മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ തിരക്കുണ്ടായിരുന്നു. 5 മണിക്ക് ശേഷമേ ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി വടക്കുംപാട് CHMKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ മാതൃകയായി. അനാവശ്യ ആഘോഷങ്ങളൊന്നും നടത്താതെ കുട്ടികൾ സ്കൂളിലേക്ക് പുതിയ സൗണ്ട് സിസ്റ്റം സംഭാവനയായി നൽകുകയും ചെയ്തു. രാമന്തളി CHMKM ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾ പരീക്ഷ അവസാനിച്ചതിന് ശേഷം സ്കൂളിന് സൗണ്ട് സിസ്റ്റം സംഭാവന ചെയ്തു. ചിലയിടങ്ങളിൽ SSLC പരീക്ഷ കഴിഞ്ഞാൽ കണ്ടുവരുന്ന അനാവശ്യ ആഘോഷങ്ങൾ ഒന്നും നടത്താതെ കുട്ടികൾ മാതൃക തീർത്താണ് വിദ്യാലയത്തിനോട് വിട പറഞ്ഞത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഗംഗാധരൻ മാസ്റ്റർ, അധ്യാപകരായ കാവ്യ, ദിവ്യ എന്നിവരും മാനേജ്മെന്റ് പ്രതിനിധികളായ ഹനീഫ മാസ്റ്റർ, ഷമീർ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളായ റിസ, നൌഷാദ്, ഫാത്തിമ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാധാരണ മറ്റ് വിദ്യാലയങ്ങളിൽ SSLC പരീക്ഷ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് തൃക്കരിപ്പൂർ ഒളവറ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സാക്ഷരതാ പ്രസ്ഥാനത്തിനായി പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ഒളവറ K. കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ അനുസ്മരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി വികസന വിജ്ഞാന സദസ്സും ഹരിതസേനാംഗങ്ങൾക്കുള്ള ആദരവും നടന്നു. സാക്ഷരതാ പ്രസ്ഥാനത്തിനായി പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ഒളവറ K. കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററെ ഒളവറ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ഒളവറ ഗ്രന്ഥാലയം ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഭാഗമായി വികസന വിജ്ഞാന സദസ്സും ഹരിതസേനാംഗങ്ങൾക്കുള്ള ആദരവും നടന്നു. അനുസ്മരണം ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. കുട്ടികളുടെ അത്ര സ്ഥലങ്ങളിൽ കാണുന്നുള്ളൂ. നമ്മുടെ ഇങ്ങനെയുള്ള ചടങ്ങുകൾ, പരിപാടികളിൽ, ക്ലബുകളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും ഒക്കെ പരിപാടികളിൽ പലപ്പോഴും 50-60 കഴിഞ്ഞവർ മാത്രമാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറ. പ്രസിഡന്റ് TV വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ പ്രവർത്തകനും റിട്ടയർഡ് AEOയുമായ KV രാഘവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥാലയം സെക്രട്ടറി C. ദാമോദരൻ, നേതൃസമിതി കൺവീനർ VK രതീശൻ, കലാസമിതി സെക്രട്ടറി TV ഗോപി എന്നിവർ പ്രസംഗിച്ചു. ഒളവറ വാർഡിൽ വർഷങ്ങളായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളായ VK പത്മിനി, K. ശ്രീജ എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഓൾഡീസ് ഗോൾഡ് കരോക്കെ ഗാനമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെങ്ങര ഇട്ടമ്മൽ പുതിയ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കളിയാട്ടത്തിന്റെ ഭാഗമായി കലവർ നിറക്കൽ ഘോഷയാത്ര നടന്നു. വെങ്ങര കസ്തൂർബ വായനശാലയ്ക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. വെങ്ങര ഇട്ടമ്മൽ പുതിയ ഭഗവതി ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ കളിയാട്ടം 25 മുതൽ 29 വരെ നടക്കും. വെങ്ങര കസ്തൂർബ വായനശാല പരിസരത്തു നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ച് ക്ഷേത്രത്തിൽ സമാപിച്ചു. 26-ന് രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം, ബിംബശുദ്ധി കലശം, അഭിഷേക പൂജ. വൈകിട്ട് അധിവാസ പൂജ. 27-ന് രാവിലെ 9 മുതൽ കലശപൂജ. ഉച്ചയ്ക്ക് 12:10-നും 1:30-നും മധ്യേ കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കും. തുടർന്ന് കളിയാട്ട ആരംഭം. വൈകിട്ട് 4 മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റം പുറപ്പാട്. 28-ന് പുലർച്ചെ മുതൽ കുറത്തിയമ്മ, വീരൻ ദൈവം, വീരാളി, പുതിയ ഭഗവതി, കുണ്ടോറ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ, ഗുരുക്കൾ തെയ്യം എന്നിവയുടെ പുറപ്പാട്. രാത്രി 7 മണിക്ക് കതിവനൂർ വീരൻ തോറ്റം.
രാത്രി 12-ന് ഗുരുക്കൾ ദൈവം പുറപ്പാട്, 29-ന് പുലർച്ചെ കതിവനൂർ വീരൻ തെയ്യത്തിന്റെ പുറപ്പാട്, ഉച്ചയ്ക്ക് ഗുളികന്റെ പുറപ്പാട്. കളിയാട്ട ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളി കല്ലേറ്റംകടവിൽ LDF ബൂത്ത് കൺവെൻഷൻ നടന്നു. പി രമേശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി കല്ലേറ്റുംകടവിൽ നടന്ന LDF ബൂത്ത് കൺവെൻഷൻ പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററെ വിജയിപ്പിക്കുവാൻ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പി സുഗുണൻ അധ്യക്ഷത വഹിച്ചു. OK ശശി, PV വിജയൻ എന്നിവർ സംസാരിച്ചു. ബൂത്ത് ഭാരവാഹികളായി MV സുഗുണനെ ചെയർമാനായും PV വിജയനെ കൺവീനറായും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്തിയുടെ നിറവിൽ ചെറുകുന്ന് പാടിയിൽ മീത്തൽ താഴത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി കൊടക്കാട്ട് കുന്നത്തില്ലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. പാടിയിൽ മീത്തൽ താഴത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഗണപതി ഹോമവും മറ്റ് വിശേഷാൽ പൂജകളും, അധിവാസ ഹോമം, ധ്യാനാധിവാസം എന്നിവയും നടന്നു. കരക്കാടൻ പ്രേമചന്ദ്രൻ രചിച്ച പാടിയിലമ്മയുടെ അപദാനം വർണ്ണിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ക്ഷേത്രം തന്ത്രി കൊടക്കാട്ട് കുന്നത്തില്ലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു. 26-ന് വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് പരിശീലനം. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. എരമകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ GIS മാപ്പിംഗ് ഡ്രോൺ സർവേ ആരംഭിച്ചു. സർവേ പഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവേ മൊബൈൽ ആപ്പിന്റെ ഉൾപ്പെടെ സഹായത്തോടെ. ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഒമാനിലേക്ക് പോയ പഴയങ്ങാടി സ്വദേശിനിയായ യുവതിയെ വഞ്ചിച്ചു. യുവതിക്ക് കേന്ദ്ര സഹമന്ത്രിയുടെ ഇടപെടൽ വഴി മോചനം. യുവതി രാവിലെയോടെ പഴയങ്ങാടിയിലെ വീട്ടിൽ തിരിച്ചെത്തി. തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള തീവ്ര ശ്രമത്തിൽ പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയും സുഹൃത്ത് അതുലും ഇരുവരും ഭിന്നശേഷിക്കാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിക്കാനുള്ള സഹായം തേടുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.